അതിന്റെ വായിൽ കൈയിട്ട് പിരാന കടിച്ച പോലെ കടിക്കേണ്ടത് ഒട്ടുക്കത്ത കടി തന്നെ. ഓൺലൈൻ ഷോപ്പിംഗ് വന്നതിന് ശേഷം മിക്ക ഭർത്താക്കന്മാരും ഫേസ് ചെയ്യണ ഡാഡിക്ക് അമ്മയ്ക്കൊക്കെ ഇന്ന് പോർക്കുണ്ട് കേട്ടാ. ഞാൻ അത് തിന്നണ നേരത്തെ അങ്ങോട്ട് വന്നോളാം. ആരോ കമന്റ് അടിച്ച് ചോദിച്ചു, ഞങ്ങള് കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് കുറേശ്ശെ മുട്ട കസ്റ്റർഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർ കഴിക്കുന്നില്ല എന്ന്. ഞാനേ നമ്മുടെ പോർക്കിന്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഗ്വാക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഗ്വാക്മോൾസ്. Look at this beautiful chicharron. എങ്ങനെ മനസ്സിലായേ ഞാൻ അവിടെ നിൽക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. രാവിലെ എൻ്റെ രണ്ടാളും പറയണ ഒരു കാര്യമാണ് എന്നോ. രാവിലെ തന്നെ എന്തെങ്കിലും യെസ് പറഞ്ഞ് തുടങ്ങ്. നെഗറ്റീവിടെ തുടങ്ങണേ അല്ലേ ഏറുമ്മ? എന്ത് ജോബേ? ബേബിക്ക് എന്താ പറ്റിയേ? വലിയ സന്തോഷത്തിൽ അവിടെ നിന്ന് വന്നതാ. പേപ്പി കട്ടിൽ നിന്ന് പൊട്ടിക്കാൻ പോയി. നല്ല വീഴ്ചയായിരുന്നു കേട്ടോ. ഒരു സ്പിൻ അടിച്ചിട്ട് നേരെ 4 കാലും ഇങ്ങനെ പ്ലക്കും. എങ്ങനെയാ മറ്റേ മെസ്സി വന്നിട്ട് ഇങ്ങനെ സ്പിൻ ചെയ്തിട്ട് മറ്റേ സിസർ കട്ട് അടിക്കുന്ന പോലെ അടിച്ചിട്ട് കറക്റ്റ് പരന്നിട്ടാ വീണേ. ആ ലങ്സും ലിവറൊക്കെ ബാക്കിണ്ടാണോ ബൂവയ്ക്ക്? ഏറ്റവും കൂടുതൽ ഇവളല്ല ഇന്ന് വീട്ടില്. അയ്യോ എല്ലാരും മോർക്ക് തന്തയ്ക്ക് ഒരു ഉമ്മ തരണ്ടേ ഏട്ടാ ഞങ്ങള്. ഇതെന്നെ നല്ല വീഴ്ചയാണോ വീണ്? നല്ല സുഖം കിട്ടിയാ? നല്ല മൂക്കട്ടി ഉണ്ട് മുഖത്ത്. നമ്മളിങ്ങനെ നക്കി തിന്ന നല്ല ഉപ്പില്ലേ രാവിലെ? അപ്പൊ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി ബൂം പാ. ഇന്ന് ഇവർക്ക് 2 പേർക്കും ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട് 10:30. അതാണ് ഞങ്ങളിവിടെ കിടക്കണത്. അപ്പം ഞങ്ങൾ പോവാട്ടാ. പ്രിങ്ങുനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങളൊരു കാപ്പി കുടിച്ചിട്ട് ഇവരെന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇവരെന്നെ സ്കൂളിൽ കൊണ്ടുവിടും. ഡാഡയ്ക്ക് ഷേവിങ് കൂളിങ്. ഡാഡയ്ക്ക് ഇപ്പം നിങ്ങൾ റെഡി ആവണേക്കുള്ള സമയം വേണം റെഡി ആവാൻ. താണ്ടവർമ്മരെ പള്ളി മൂടിക്കെട്ടലാട്ടാ ഇരിക്കണേണ്ട. പണ്ട് ഈ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ 2 സിംഹത്തിനെയും നായനെയൊക്കെ വെച്ചിട്ടുള്ള ചിത്രം കണ്ടിട്ടില്ലേ? അതിലിങ്ങനെ ഒരു നായ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നുണ്ടോ? അതേപോലെയാ എപ്പോഴും അങ്ങോട്ട് മുൻകി എടുക്കാൻ. ഇനി ഇതിനെ എടുത്ത് കുട്ടി നായനെ കുട്ടിപ്പട്ടി. അയ്യോ അമ്മ എന്ന് പറയാൻ മാത്രം പഠിച്ച എന്തത്? യസ്മേ നിന്നാ നല്ല മുടിക്കട്ടാ കൂട്ടരെ. ലുക്സ് നൈസ്. ഓ ഞാനും അങ്ങനെ ഇരിക്കാന്ന്. അത് കണ്ട അമ്മ എനിക്ക് സോക്സ് ഇടിപ്പിച്ചു തന്നെ. നോക്കി എൻ്റെ കാലിൻ്റെ തുമ്പ് നോക്കിയോണ്ടേ. ഏറമ്മ ഡാഡിക്ക് സോക്സ് ഇടിപ്പിച്ചു തന്നെ പ്ലീസ്. സോക്സ് പ്ലീസ്. യസ്മേ പ്ലീസ് യസ്മേ. എനിക്ക് പ്രിങ്ങ് സോക്സ് ഇടിപ്പിച്ചു തരും. ഓക്കെ ഇടിപ്പിച്ചാൽ ഞാൻ നിനക്ക് എന്തോരം കാലം ഈ ഇന്നലെ വരെ ഞാൻ നിനക്ക് സോക്സ് ഇടിപ്പിച്ചു. ഡാഡി ഉണ്ണിവാവല്ലേടി? ഡാഡിക്കും ഐ വാണ്ട് ടു ഗോ ബാക്ക് ഇൻ ടൈം ആൻഡ് വാണ്ട് ടു ബി. അയ്യോ പുറകോട്ട് വീഴാതെ നോക്കണേ. കണ്ട നമുക്ക് പെൺകുട്ടികളുള്ള കാര്യം കണ്ട എല്ലാവരെയും ഞാൻ ഇനി വലുതാകുമ്പോൾ ഇങ്ങനെ ഇരിക്കും കൊള്ളേ. കള്ള് മുതലാളി പെൺകുട്ടികൾ ഇങ്ങനെ നമുക്ക് സേവനം ചെയ്യും. എന്നെ നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് കാശ് വരും ഡാടാ. ഞാൻ മോൻ്റെ കുട്ടികളെല്ലാം ഉദ്ദേശിച്ചേ. ഇവര് തന്നെ നമ്മൾ പറഞ്ഞേക്കും. വേറെ നല്ല ഞാൻ ഷുഗറിൻ്റെ അടിയായിട്ട് ഇങ്ങനെ കിടന്നിട്ട് പെൺകുട്ടികൾ വരുമ്പോൾ കാശ് കൊടുക്കുന്ന ഉദ്ദേശിച്ചേ. പിന്നെ എൻ്റെ കുട്ടികളാണ് എൻ്റെ വീട്ടിലെത്തി കാശ് കൊടുക്കുന്നത് നീ വിചാരിച്ചേ? നോ. See how is my manipulation? Pass me the other one. Come on honey. അവിടെ താഴെ ഇരുന്നോട്ടെ. അടക്കി ഒരു കാപ്പ് കുടിക്കാം, ചേച്ചിക്ക് മുട്ട കഴിക്കാം, നമുക്ക് മുട്ട ഉണ്ടാക്കാം. ആ വിരലിൻ്റെ തുമ്പ് വേനുണ്ട് എനിക്ക്. സോക്സ് ഇടിപ്പിക്കാൻ അറിയില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതറിയോന്ന് അറിയാനാ. നീ കല്യാണം കഴിച്ച കുട്ടികൾക്ക് എങ്ങനെയാ സോക്സ് ഇടിപ്പിച്ചു കൊടുക്കുക? ഇതൊക്കെ ഡാഡയുടെ ട്രെയിനിങ്ങാ.
അത് സാരിയാ കുറച്ച് മുണങ്ങി പൊക്കോളും. കുബേര കൂബ എന്താ കാണിക്കണ പിങ്ങ? ആ സോക്സിന്റെ ആദ്യത്തെ ഫ്രണ്ട് ബിറ്റ് ആദ്യം വലിച്ചു വെക്കേ. ഒരു സോക്സ് ഇടണോ? അത് പിന്നെ എങ്ങനെയാണ് എന്റെ സോക്സ് നിനക്കിടാൻ പറ്റത്? ഇതേ നീ ആദ്യം ഈ സോക്സിന് ഇങ്ങനെ ആക്കണം, എന്നിട്ട് ആദ്യം ഈ ബിറ്റ് ടൈറ്റ് ആക്കി വെക്കണം, എന്നിട്ട് ഈ ബിറ്റ് ഇങ്ങനെ വലിക്കണം. വലിച്ചങ്ങോട്ട് ഒട്ടിക്കും. ഇന്ന് എൻ്റെ ഇല്ല പിന്നെ എല്ലാം ഇങ്ങനെ വലിച്ചൊട്ടിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ സ്റ്റൈൽ കണ്ടിട്ടില്ലേ? പണ്ട് നമ്മുടെ പറവൂർ ഭരതനുണ്ടായിരുന്നു ഒരു ജൂനിയർ മാൻഡ്രേക്കിലൊക്കെ അവരുടെ ശങ്കരാടിയുടെ ഒക്കെ ട്രൗസർ ഇടുന്ന കോസ്റ്റ്യൂം കണ്ടിട്ട് ഞാൻ കാട്ടിത്തരാം ഞങ്ങൾക്ക് കിട്ടാ. എന്താട്ടാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഡ്രസ്സിങ്ങാ കണ്ടോ? ആ പാട്ട് അതിലേതെങ്കിലും വല്ല പാട്ടും ക്യാമറ ഒക്കെ ആണോ? യാ ലൈക്ക് ദാറ്റ്. ആ പണ്ടത്തെ സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കും. അതുപോലെ നീയൊക്കെ ഇപ്പൊ പാൻറ് ഇടുക ഇങ്ങനെ. ഇത് പാൻറ്റാ? സം ഗേൾസ് ഇപ്പോഴത്തെ ഗേൾസ് ഇങ്ങനെ പോണേ. എങ്ങനെയുണ്ട് പറവൂബരത്തിന്റെ ഗായ്സ്? എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സിങ്? I'm gonna go like that today. Yeah. Why? This is also fashion. Look. ഈ കൊത്തിന് ഞാണ്ടല്ലോ. നീ ആരാ? അങ്ങനെ കഴുത്തിൽ കെട്ടി അങ്ങനെ ചാത് മോനെയാ അടിക്കാൻ വരും മുമ്പ് തരണ. അച്ഛമ്മ എങ്ങനെ അച്ഛമ്മ? ഇതൊക്കെ ഇതാണ് ഇവിടുത്തെ കീലരി. ഇപ്പൊ കീലരിയുടെ പൊസിഷൻ മാറ്റി കേട്ടാ. കീലരി ഒരു ലേശം ചെരിഞ്ഞു ഇപ്പോ. എന്താ കണ്ടാ ഇന്നവരടിക്കും. നീണ്ടല്ല നീ നിസ്സാരല്ല. നിന്നെ ഞാണ്ടല്ല നോ. നീ ഇങ്ങനെ നീ ജേസി ക്രിസ്റ്റാണോ? എല്ലാരോടും നോ അടിക്കണ്ട, അടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ പോലെ അടിക്കണം. നോ എന്നെ അടിക്കരുത്. അതില് കാര്യമില്ല. Yeah, you're right. You're fighter from a fighter. നിന്നെ മീനയുടെ ദുഃഖം കൊണ്ട് നടക്കേണ്ടി വരും. മൈക്ക് തിന്നോ? എന്തിനു പിന്നെ തിന്നണത് മുഴുവൻ? ഒരു ചെറിയ കുണ്ടുമുളകാണല്ലോ. അതിനൊക്കെ ഇത്ര ഭക്ഷണം കഴിക്കില്ല. അപ്പം അടിച്ച് കയറിയേക്കും. നോക്കുക കണ്ടോ? കല്ലിപ്പെന്ന് പറഞ്ഞാണല്ലോ. പിന്നെ 8-10 ഇനി നിനക്ക് ശരിക്കുള്ളത് കിട്ടും. മാസാണ്ടാകുമ്പോൾ തിരിഞ്ഞിരുന്നിട്ടാ നോക്കുക ചേച്ചിയുടെ മുടി കെട്ടണത്. അത് അതിന്റെ വായിൽ കൈയിട്ട് കഴിഞ്ഞാൽ പിരാന കടിച്ച പോലെ കടിക്കേണ്ടത്. ഒടുക്കത്ത കടിയന്റെ ലൈക്ക് പിറാനാസ്. പിറാന പുരാണ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വേറെ അർത്ഥം. ഓൾഡ്. ഞമ്ഞമ്മിന് സമയമായി. ഞമ്ഞമ്മിന് സമയമായിരുന്നു. വെറുതെ ഞമ്ഞം നിന്ന് നടക്കന്നെ. കൊച്ചി കനിഫ അടിക്കണ്ടേ കുട്ടീനെ? കുട്ടി ഇടിക്കണ്ടേ? പോവാ. അപ്പൊ ചുരുത്തടിച്ചതിനെ നീ കിടക്കും. നിന്നെ ഞാൻ കളിക്കാം. പോവാ പോവാ. അതെ, പേടിക്കാൻ ഒരാളുണ്ട് ഇവിടെ. എല്ലാത്തിനും പേടിയാ. എത്ര തല്ല് കിട്ടിയാലും ഒരു പേടിയില്ല. അത് വേറെ ഗുണം. എന്നാ തരാം. മൂക്കൊക്കെ അവസാനം തുറയ്ക്കാം.
അത് മുട്ടയിട്ട് ചേർന്ന് പൊക്കോളും. ഇല്ലെങ്കിൽ ഇത് തന്നെ ഞാൻ ഇപ്പോൾ വന്നിട്ട് തേച്ചുകൊണ്ടിരിക്കണേ. നീ ഇല്ലാത്ത സമയത്ത് ഞാൻ സമാധാനമായിട്ട് കുട്ടികൾക്ക് മുട്ടയും കൊടുക്കും മൂക്കട്ടയും കൊടുക്കും. ആ നീ വന്നു എൻ്റെ ശിക്ഷണം തുടങ്ങി. നല്ല കാര്യം. കുട്ടിയുടെ വായന തന്നെ മൂക്കട്ട വരുന്നേ. ആ മറ്റേ അവിടെ നിന്ന് വെച്ചിട്ടോ തുടക്കില്ല വേണ്ടോ, ഞാൻ തുടച്ചുതരാം. എൻ്റെ ചെവി വേനെടുത്തിട്ട് പോയി. ബേബിയുടെ മുട്ട ഇറങ്ങണില്ലേ? ഒന്ന് വിശപ്പുണ്ടിട്ടേ കാറിന്റെ വൈപ്പറിന് പകരം അവിടെ ഇരുത്തായിരുന്നു. എല്ലാം തുറയ്ക്കും. വിശന്ന് ഇതിന് കണ്ണ് കാണില്ല. അവിടെ നിന്ന് ഓടി വാ പോ. നിന്റെ ഒരു പക്ഷെ ഈ സമയത്ത് നമ്മ കണ്ട ഇപ്പൊ നന്നായി കഴിക്കും. കാരണം വിശന്നു. അവരുടെ കുഞ്ഞു വയറ് ഭയങ്കരമായിട്ട് എംറ്റി ആയി. ഇന്ന് 2 മുട്ടയെ പൊരിച്ച. ഇന്ന് ലേറ്റ് ആയിട്ടില്ലേ കുറച്ച്. സോ കണ്ട കുറച്ചും കൂടെ അധികം ഇവര് കഴിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വി നീഡ് ടു ഡ്രോപ്പ് പ്രിങ്ങു ഫസ്റ്റ്. ദിയാൻ ബേബീസിനെ കൊണ്ടുപോകുന്ന സമയത്ത് കൊണയടിക്കുക അല്ലേ? ഓക്കെ, നിന്നെ ഞാനാ കൊണ്ടുവിടണേ. അമ്മ വരുന്നില്ല. എന്തേ എന്നാ കൊണ്ടുവിട്ടോ? നീ കൊണ്ടുവിട്ടു. ദേ അമ്മ പോയപ്പോൾ ഒരാള് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് എത്തി. ഒരാൾ ഇരിക്കണോക്കെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നീങ്ങിയിട്ടില്ല. അമ്മ അതിനെ പോയപ്പോൾ ആ ജനലതിൻ്റെ വാതിൽ തുറന്നു. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മ വരണ നോക്കിയിട്ട്. നോക്ക് ഏറാ ഇങ്ങോട്ട് പോന്നോ? ഏറെ നീ അവിടെ നിങ്ങോട്ട് പോന്നോ? എന്തിനാ അവിടെ തന്നെ ഇരിക്കണേ? കട്ടക്കളിപ്പ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കേ. ഓൺലൈൻ ഷോപ്പിംഗ് വന്നതിന് ശേഷം മിക്ക ഭർത്താക്കന്മാരും ഫേസ് ചെയ്യണ അയാൾ ഇങ്ങടേക്ക് മാത്രമായിട്ടൊരു വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏറാ നീ ഇന്ന് രാവിലെ തൊട്ട് വീഴ്ച കേട്ടാ. അത് അയാള് സ്വന്തമായിട്ട് വണ്ടി മേടിച്ചു. തന്റെ ഓർഡറുകാരനാ, തന്റെയും മാമിയുടെയും. ആര് മാമിയല്ലേ? കുടുംബം മുച്ചൂടായി. അതാ ഇത് നോക്ക്. ഇത് നീ എന്താ മറ്റേ എൽട്ടൺ ജോൺ ആണോ? $20 ഒരു 5 ഉടുപ്പ്. അതിന് 30. അപ്പൊ 50. 50 രൂപയല്ല കൈസ്. $50 അതിന് 25,000 രൂപ. ഇതൊന്നും ജാക്കിന്റെ ബെൽറ്റാ. പൊന്നടാവേ. ആദ്യം വല്ല കല്യാണിലും അവിടെയൊക്കെ പോയിട്ട് മേടിക്കണെങ്കിൽ ഇതെന്തത്? ഇതാ പ്രിങ്ങുന്റെ ഇതെന്താ വലയോ? ഓ തവണ ട്യൂണ ഫിഷിംഗ് ഉണ്ട്, കൊണ്ടുപോയേക്കാം. അതിന് നീ തന്നെ ചിരിക്കണേറാ. നന്നെ കൊണ്ടുപോയിട്ട് ഹൂക്കായി തരട്ടെ. ഇതെന്നാ കൊണ്ടത് ശരിക്കും? ഏറ ഇറങ്ങാൻ പഠിച്ചിട്ടുണ്ട് കേട്ടാ. ഏറെ തിരിഞ്ഞിറങ്ങും. എച്ചുമ്പോ നേരെ ഇറങ്ങിയോളൂ. സ്ട്രൈറ്റ് ഫോർവേഡാ. അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഗുഡ് വൺ ഏറ. ഗുഡ് ട്രൈ. ഗുഡ് വൺ. കോണേറ. ഗുഡ് വൺ ഏറ. ദാറ്റ്സ് ദ വൺ. അതിനെ സഹായിക്കണ്ട. നീ തിരിച്ചു വെച്ച് കാണിച്ചു കൊടുക്കണ്ടേ? ഏറെ കാണിച്ചു തരും. ബാ. എനിക്കതൊന്നും നോക്കാൻ പറ്റില്ല. ആ ഓ അതിനവിടെ ഇട്ടു. അവിടെ നിന്ന് കരഞ്ഞിട്ടെന്താ കാര്യം? നീ തിരിഞ്ഞിറങ്ങിയത് പോലെ. ആ ഇങ്ങോട്ട് ഇവിടെ പാല് വെച്ച് കാണിച്ചപ്പോ ഇതൊക്കെ കൊതിപ്പിച്ചതാണ്. എന്നാ ഗുഡ് വൺ എസ്മേ. കം എസ്മേ. ദാറ്റ്സ് ദ വൺ. കം. അപ്പോഴേക്ക് എക്സൈറ്റ്മെന്റ് കൂടി തിരിഞ്ഞിരുന്നു അമ്മമ്മ. അങ്ങനെ ഇറങ്ങല് പണിയാണ്. നീ പോക്കോ, ഞാൻ അടുത്ത. ഇങ്ങോട്ട് വാ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വെൽവെറ്റിങ് കാട്ടിയില്ലേ? അപ്പോൾ ആ വെൽവെറ്റിങ്ങിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ പിന്നെ വരിക കേട്ടോ. നമ്മൾ അതേപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഇന്ന് ലഞ്ചിന്. അപ്പോൾ
നമ്മുടെ റെഗുലർ കുക്കിംഗ് വീഡിയോയിലും ഇത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പ്രിങ്ങുനെ പോയി വിളിച്ചുകൊണ്ടുവന്നു. അപ്പോൾ ഇരിക്കണം നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇട്ടാ, പാൻ ഫ്രൈ ചെയ്ത ഡ്രൈ ഫ്രൈ ഉണ്ട്. അതായത് നമ്മൾ BDF എന്ന് പറയില്ലേ, ആ BDF ആണ് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ കാണുന്നേക്കാൾ തൊട്ട് മുന്നേ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ടാവും. സോ എങ്ങനെയുണ്ട്? പിങ്ങോ ഞാൻ സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ചോദിക്കലേ കഴിഞ്ഞു, ഡാഡേ ഇന്ന് വീട്ടിൽ ഫ്രൈഡ് ചിക്കൻ ആണോ ഡാഡേ? എന്താ പോലെ നീ ഇന്ന് മുടി വെട്ടിയാ? ലുക്ക് നൈസ് ആണല്ലോ. പക്ഷെ ക്യാമറ വൈഡ് ആംഗിൾ ആയ കാരണം ഒന്ന് നിന്റെ മോന്നൊന്ന് കൂടിയിരിക്കണേ. നിന്റെ മോണത്തെ ശരിയാക്കട്ടെ, വൈഡ് ആംഗിളിൽ നിന്ന് കുറച്ചുകൂടി അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ഹായ് മേഘത്തിലെ ശ്രീനിവാസൻ. 6 കൺപാൻ വന്നാലും മുടുകി മുട്ടും മണെല്ലാം ധനത്തിന് മുട്ട് നടന്നോടും. ഞാനൊരു സ്ലോ മോഷൻ എടുക്കട്ടെ, ഒന്ന് കാട്ടി. അല്ല ആ സിനിമ 3 ഇഡിയറ്റ്സിലല്ല എങ്ങനെയുള്ള ജാദു ഹേ 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 അങ്ങനെ എന്താ പറയണേ? മനീഷ് ഇവിടെ കരീന കപൂർ കാണിക്കാൻ പോണ, അതെനിക്ക് ഓർമ്മയില്ല. കരീന കപൂർ പെണ്ണ് കാണാൻ പോകുമ്പോഴത്തെ ഹിന്ദി സീരിയൽ ഇങ്ങനെയാന്നും പറഞ്ഞോണ്ട് ട്രൈ ചെയ്യാൻ പോണേ ഉള്ളൂ. എന്തിനു സ്കേഡ് നീ? അവൾക്ക് പെട്ടെന്ന് പേടിയാവും അവൾക്ക്. ഓ അമ്മ ഓക്കെ ഓൺലി ലെമണാ? എന്താ ഞാൻ ഒഴിച്ചുതരാം. തന്നെ കുട്ടി ഇല്ല ഇച്ചിരി ഡാഡാനെ പോലെ നിന്നെ ഞാൻ പറ്റിക്കാറുണ്ട്. ഡാഡാനെ പോലെ നിന്നെ ഞാൻ പറ്റിക്കാറുണ്ടെന്ന്. ഇറ്റ്സ് നോട്ട് എ ലൈം, ഇറ്റ്സ് ജസ്റ്റ് എ ലെമൺ. പക്ഷേ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇത് കുട്ടികൾക്ക് കൊടുക്കണ്ട? കുട്ടികൾക്ക് കൊടുക്കണ്ട, നമുക്ക് കഴിച്ചാൽ മതി. കുട്ടികൾക്ക് വൈകുന്നേരം നമുക്ക് പോർക്ക് ഉണ്ട്, ഞാൻ പോർക്ക് കൊണ്ട് റോസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പോൾ ഒന്ന് വൈകുന്നേരത്തേക്ക് ഡിന്നറിന് പോർക്കാണ് കേട്ടോ. അതോ ഈ ബീഫിനൊന്നും നീ വറുത്ത് തന്നാൽ മതിയോ? വേണ്ട, ഞാൻ പോർക്ക് വെക്കട്ടെ. യാ വൈകുന്നേരത്തേക്ക് പോർക്ക്. അപ്പോൾ പോർക്കുമായിട്ട് നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. അതുണ്ടാക്കാം, വേറെ പോർഷൻ കൂടി ഉണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ ഗുഡ്. ഇത് കണ്ട നേരത്തെ പണിയും തൊഴിലും വീട്ടിൽ വല്ല പണികളൊക്കെ ഇമാതിരി ആട്ടത്തിന് സമയം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചായ ഉണ്ടാക്കിയിട്ട് അതിൽ വടിയിട്ട് കറക്കുക, എന്നിട്ട് ഇതുപോലെ പതയാക്കിയിട്ട് ഈ പണ്ട് മഴവെള്ളത്തിൽ ഇങ്ങനെ മഴവെള്ളേ തോട്ടിൽ നിന്ന് ഒഴിച്ചു വന്നിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിൻ്റെ സൈഡിലായിട്ടൊരു പത ഉണ്ടാവും, കണ്ടോ? എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ തവളപ്പൊട്ട് മുട്ടയിട്ട് വയ്ക്കും, എന്നിട്ട് അതുപോലെ ആക്കിയിട്ട് കുടിക്കുക. എന്ത് നീ ചിരിച്ചേ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ. നാട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട്? നാട്ടുകാരെ തവളപ്പൊട്ടേ തവളപ്പൊട്ടേ ആ അതിനെ ഞങ്ങൾ തൃശ്ശൂർക്കാർ തവളപ്പൊട്ട് എന്ന് പറയാ. നീ എന്തെന്ന് പറയണേ? ആ അത് തന്നെ, അത് തന്നെ. അതിങ്ങനത്തെ സാധനത്തിൽ തവളയുടെ കുഞ്ഞ് ഇടുക, കണ്ടാ? എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് ഇതാക്കുക. ഇപ്പൊ നോക്ക് 3:20 തുടങ്ങിയത് ഈ ഉണ്ടാക്കല്. 3:40. കാരണം എന്താ? വീട്ടിൽ ചോറ് വയ്ക്കണ്ട, കൂട്ടാൻ വയ്ക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ഇപ്പൊ ഈ ക്യാമറ ഒന്നും എടുത്ത് വയ്ക്കണ്ട. എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടില്ലേ എന്ന് എന്നോട് ചോദിക്കുക അല്ലേ? അതല്ലേ ഒന്ന് എനിക്കൊരു കാപ്പി തരാ. അതെ അതെ, ഞാൻ ഉറങ്ങണില്ല, എന്റെ പണിയോട് തീരുന്നില്ലല്ലോ. ഞാൻ വീഡിയോ എടുത്ത് തിക്കിനെ എഡിറ്റ് ചെയ്യണ്ട. ഇത് നീ എന്താ വന്നെങ്കിൽ വരിക ഈ മോച്ചെന്നെ കാണണേ? തീട്ട കണ്ണു തന്നെയാ എന്റെ. നീ എങ്ങനെ ഇതില് വന്നിട്ട് ഇതൊന്നും വിളിച്ചു പറയല്ലേ? നിന്റെ ഈവിൾ സൈഡ് എല്ലാരും അറിയും. എല്ലാരും ഓർത്തത് നീ ഭയങ്കര നല്ല അല്ല എന്നൊരു കുറ്റം പറയുന്ന. ഞാനതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് നാട്ടുകാർ പറയാ. അതെനിക്ക് കുഴപ്പമില്ല. നീ നല്ല കുട്ടിയാണെന്ന് എല്ലാരും പറയുന്നത്. നീ നല്ല കുട്ടി തീട്ടെന്ന് പറയാൻ പാടില്ലേ? ഇന്നിപ്പോ എന്റെ വീട്ടിൽ എന്റെ അപ്പനെ അമ്മയും പഠിപ്പിച്ചു തന്നതാ. നീ ഇപ്പൊ ഇടയ്ക്ക് ഡാഷ് മോളെ എന്നൊക്കെ ആൾക്കാരും ചീത്തോളും. ചില ദിവസം പറയണില്ലേ? ഇല്ലേ? ഞാൻ പറയാറില്ല. എന്തിനാ സഹിച്ചു? അതെ, ഇന്റൻഷൻ ഈസ് കൺവെയ്ഡ്. അല്ലേ? കാപ്പി എങ്ങനെയുണ്ട്? മധുരട്ടിട്ടുണ്ടോ? എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ല. ഞാൻ 2 ചോക്ലേറ്റ് ഇപ്പൊ കഴിച്ചോളാം. 2 ചോക്ലേറ്റ് ഷുഗർ. ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു സമ്മാനം, ഐ മീൻ ഇവിടെ കൊണ്ടുവന്നതാ. 2 മുട്ട. പുള്ളി പുസ്തകത്തിൽ എഴുതിയിട്ടൊക്കെ നിങ്ങളെ ഇന്നലെ കാണാമെന്ന കഥ പറഞ്ഞായിരുന്നാണ് രാവിലെ. ഇന്നലെ ഞങ്ങളെ കാണാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു പുള്ളി വന്നു. പുള്ളി ചോക്ലേറ്റ്, പുള്ളി എന്നോട് കാണുമ്പോൾ ടെൻഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള ചോദ്യം വരെ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേറെ സംഗതി ഉണ്ടായിരുന്നല്ലോ. ഇവൾക്ക് 5 പൂവ്, ഇവൾക്ക് ഫ്ലവർ കൊണ്ടുവന്നേക്കണ്.
അത് കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു കുട്ടികൾക്ക് ഉടുപ്പൊക്കെ ആയിട്ട് വന്നപ്പോൾ ആ ചോക്ലേറ്റ് കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ 2 കഴിച്ചുട്ടാ. അതിനിടയിൽ ചാടിയിട്ട് പുള്ളി 2 കഴിച്ചിട്ട് ബിസ്ക്കറ്റ് കൊണ്ട് കഴിച്ചു. നീ ഉച്ചക്ക് കഴിച്ച മൊക്കര ചായ ഓർമ്മയുണ്ട്? പഞ്ചസാര ഇട്ടല്ലേ കുടിച്ചേ? പിന്നെ അതിൽ എന്തായിരുന്നു? ഹോട്ട് ചോക്ലേറ്റ് ഇട്ടിരുന്നു. ചോക്ലേറ്റിൽ മധുരം ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? അത് കുടിച്ചു. അപ്പൊ നിന്റെ ചോക്ലേറ്റിന്റെ ഒക്കെ കണക്കായി. ഇനി എന്റെ കാപ്പിയോടെ? എന്റെ കാപ്പി ഞാൻ തന്നെ പറഞ്ഞേ. തന്നെ ഡാഡി എന്നെ ഉണ്ടാക്കണം. ഒരു ചായ ഉണ്ടാക്കി തരാൻ പോലും പറ്റാത്ത പെണ്ണുങ്ങളവിടെ. ബാക്കിയുള്ള സ്വയം പണിയെടുത്ത് ജീവിച്ച ഇക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കാം. കാപ്പിക്കതാ എടുത്തതാ. അങ്ങനെയെങ്കിലും ഇവിടേക്ക് ഒരു കൂട്ടുകാരനുണ്ട്. അവ വീഡിയോ അവൻ്റെ എല്ലാ വീഡിയോയും കാണാ. അപ്പോൾ അവനോട് ഞാൻ വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഭാര്യയോട് പറയത്തുള്ളൂ ഒരു ചായ ഉണ്ടാക്കി. അവൻ്റെ വീട്ടിൽ പ്രശ്നം. എന്നിട്ട് ഞാൻ ചായ ജനലുകൾ ഒഴിച്ചു കളയും. എന്തിനാ പൊന്നോനെ ഇങ്ങനെ ചെയ്യണേ? അവർക്കൊരു തോന്നലുണ്ടാവരുന്നില്ല നമുക്ക് വേണ്ടി ഒന്നും ചെയ്ത. അതിനോ യു വാച്ചിങ് ബോയ്. അത് ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയും. ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരന്മാരുണ്ട് നമുക്കത്. ചായ എനിക്ക് തരൂ, ചായ തരും. താങ്ക് യു. അങ്ങനെയെങ്കിലും ഭാര്യ ഉണ്ടാക്കി തന്ന ചായ കുടിക്കട്ടെ. നൈസ്. എല്ലാ തവണയും നീ ഉണ്ടാക്കണ ചായക്ക് ഞാൻ ഉണ്ടാക്കണ ചായയുടെ അതേ ടേസ്റ്റ്. എന്ത് ഊമ്പിക്കൊന്നല്ലേ നീ പറഞ്ഞ? അലമ്പാക്കണില്ലേ മീശ പോലെ? ഇതൊരു മധുരം ഉണ്ടല്ലോ. ഒരു തുള്ളി ഇട്ടിട്ടുള്ളൂ. ഗയ്സ് സീ യു. ഇതേ നല്ല രസമായിട്ടില്ലേ? എൻ്റെ മീശകളുള്ള അഴുക്കും ബാക്ടീരിയാസും അസിഡിറ്റിയും. മീശയിലാരത്തിനുണ്ടെന്നാ? മീശയിലുള്ള അഴുക്കും ബാക്ടീരിയ എല്ലാം വയലോട്ട് പോയിന്ന്. അല്ലെങ്കിൽ ആരത്തിനുണ്ടേ? ഇതിൻ്റെ അറിഞ്ഞോ? നീ എന്താ പാറ്റയോ? ചിലർ ഉറങ്ങണ സമയത്ത് പറ്റേ വയറിന്റെ സൈഡിൽ വന്നൊരു പാറ്റ തിന്നു കേട്ടിട്ടുണ്ട്. കഴുകുമ്പോ പോവും. ഞാൻ സോപ്പിടാറില്ല, എനിക്കിഷ്ടല്ല. ദേ നമ്മുടെ പോർക്ക് റെഡി ആയിട്ട് വന്നു കേട്ടാ. വെരി ഹോട്ട്. 1 മണിക്കൂറും 20 മിനിറ്റുമാണ് നമ്മൾ വേവിച്ചത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ഇവിടെ റെസ്റ്റ് ആവട്ടെ ഇവന് ഇരുന്നിട്ട്. മീൻ ടൈം നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ കാണാം. നമുക്കിന്ന് 2 ഗസ്റ്റുകൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ട് ഇവിടെ. ബേബീസിന്റെ ഫുഡ് എന്തിട്ടെന്നറിയോ? ഇന്നലത്തെ നമ്മുടെ ചിക്കൻ പാസ്തയില്ലേ, ആ ചിക്കൻ പാസ്ത, ലിറ്റിൽ ബിറ്റ് ക്രീം, ഒരു മുട്ടയുടെ മഞ്ഞ, ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഓഫ് എ പോർക്ക്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഫുഡാണ് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ഡിന്നർ. Era baby, where are you? Here I am. How is my pasta? How is the food? Huh? Thank you, Dada. Hey, Irma. No, come here. അമ്മമാർ ചില ഡയലോഗ് ഈ പുറമെ തന്നെ ഇങ്ങോട്ട് വാ. വീട്ടും വളർത്തി നായ വേറൊരു സാധനം ഉണ്ട്, അതാണ് ഇപ്പൊ പറയാൻ പറ്റിയത്. പക്ഷെ അത് അമ്മ കൊണ്ടെന്ന് വെച്ചല്ല, അമ്മ അതിൻ്റെ തൂക്കി കൊല്ലും. ഈ ചേക്കനെ കൊണ്ട് എന്ന് പറയും. കഴിച്ചോ? ഗുഡ് ഗേൾ. ആരാ പറഞ്ഞു നമ്മളീ പാട്ട് പാടുമ്പോ അവര് വീട്ടിൽ ഈ പാട്ട് പാടുന്നു? ഏതാ? ബേബി പെണ്ണെ ബേറ ഇല്ലല്ല ഡു യു ഡു എച്ചപ്പൊന്നെ പാട്ട് പാടരുതപ്പോ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എന്താ അവരാവശ്യത്തിനുള്ളത് കഴിച്ചോളും. മിണ്ടിയ കൊണ്ട് അവർ കഴിക്കല് നിർത്തില്ല. അങ്ങോട്ട് വന്നോ. ഗുഡ് ഗേളേറ. ഈ ഫുഡ് ആക്ച്വലി ഒരു 4 വായ കഴിച്ചാൽ മതി ഇവര്, അത്രയും ഹെവിയാ. ക്രീം ചീസ്, എഗ് യോക്ക്, പോർക്ക്, ചിക്കൻ.
എന്റെ പൊന്നെ. ആൻഡ് ക്രീം ആൻഡ് പാസ്ത. എന്നാ വെള്ളം. നല്ല മൂക്കൊലിപ്പുണ്ട്. ഇന്ന് രാത്രി ഇനി ആരാണോ ചുമ കൊരാവള്ളേ പതാ ഡാടയ്ക്ക് അമ്മയ്ക്കൊക്കെ ഇന്ന് പോർക്കുണ്ട് കേട്ടാ. ഇനി അത് തിന്നണ നേരത്തെ അങ്ങോട്ട് വന്നോളാം. കൊമ്പിയുള്ളൂ 2 ഓ പതുക്കെ കുടിച്ചാൽ മതി. കുട്ടിക്കെന്നതാ കുടിക്കാതെ ഇത്ര ശ്വാസം മുട്ടി കുടിക്കണതിനാ? ആരോ കമന്റ് അടിച്ച് ചോദിച്ചു, ഞങ്ങൾ കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് കുറേശ്ശെ മുട്ട കസ്റ്റർഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർ കഴിക്കുന്നില്ല എന്ന്. നിങ്ങൾ തന്നെ കുറച്ചുകൂടി മുന്നേ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എഗ്ഗ് കഴിക്കാതിരിക്കുന്നത് കാണാൻ പറ്റും. അവർ ഏറെ തീരെ കഴിക്കില്ലായിരുന്നു. അത് നമ്മൾ കുറേശ്ശെ മീറ്റ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും ഇവർ ഏറ്റവും ആദ്യം തന്നെ സ്വീകരിക്കുക കാർബ് റിച്ച് ഫുഡായിരിക്കും. കാരണം പാലിന് നോക്കുക, 100 ml പാലിൽ 7 ഗ്രാമോളം ലാക്ടോസ് ഉണ്ട്. അപ്പോൾ ആ മധുരത്തിനോട് അവർ ഭയങ്കര യൂസ്ഡ് ആണ്. പിന്നെയാണ് നമ്മൾ ഒരു പരിചയമില്ലാത്ത ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലേശം സമയം എടുക്കും അവർക്ക്. യു കീപ്പ് ഓൺ ഇൻട്രൊഡ്യൂസിങ് ദ ഈറ്റ്. നന്നായി ഉള്ള വീണത്. അപ്പോൾ അത് അവർ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം എടുക്കില്ല, പിന്നെ എടുത്തോളാം. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ മുട്ട കഴിക്കണില്ല എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും കാർബ്സ് ഓവർ ഫീഡ് ചെയ്യണ്ട, അവർക്ക് കൊടുക്കുക. ചിലപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യുള്ളവരിക്കും. ഇവൻച്വലി ദേ ഈറ്റ്, നോട്ട് എ പ്രോബ്ലം, ദേ വിൽ. അതല്ല വെച്ചെങ്കിൽ കാർബ്സ് ഉള്ള ഫുഡിൽ കുറേശ്ശെ മുട്ട രണ്ടും മിക്സ്, അതായത് യോക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നീ വീണു, നീ വെള്ളം കുടിച്ച് ചുമച്ചു, ഇന്റെ മൊത്തം ഹാ ഹാന്നാ. ഇത് നീ കുടിക്കണ്ട, നിന്റെ അല്ല അത്. ഏറമ്മ മതി മതി കണ്ട, ഏറയ്ക്ക് വേഗം മതിയോ? മതി 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 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ മതിട്ടാ കുട്ടിക്ക്. ഇനി കുറച്ച് കഴിയുമ്പോൾ പോർക്ക് തന്നെ വന്നോളാം. കുട്ടി കഴിച്ചോ? ഇതിന് കുറച്ച് കാർബ് മെറ്റബോളിസത്തിൽ ഓടണതാ. പിന്നെ കുറച്ച് മതി, എനർജി കൂടുതലാ. ക്രാബി. ദേ ഇന്നത്തെ ഡിന്നർ ഒരു കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഗുഡ് ഈറ്റിംഗ് യു ബോത്ത്. ഒരു വായ ഏറമ്മ തുപ്പി. So they got enough protein, enough fat, little bit of carbs from pasta and good eating. Now training time. You 4 training. വെള്ളം കലക്കി. നിങ്ങൾ തന്നെ ഒക്കെ ഞാൻ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ട്രെയിനിങ്ങിന് കൊണ്ടുപോകണം. ചെയ്യാ. അപ്പൊ വരാനാരാ നോക്കുക? അപ്പൊ നീ എങ്ങനെ ട്രെയിനിങ് ചെയ്യാ? നീ എങ്ങനെ ചെയ്യാന്നല്ലേ ചോദിച്ചാ? തൊള്ളയിലും നാവിനൊരു കുറവില്ല. പോയോ? എന്നൊക്കെ ആൾക്കാരെ എങ്ങനെ സഹിക്കണേന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓ തുപ്പല അവിടെ നിന്ന് ഇങ്ങനെ വന്നേ, പറഞ്ഞപ്പോ ഇങ്ങനെ വന്ന് കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. മാഡം എന്താ കുട്ടി കള്ളു കുടിച്ചിട്ടുണ്ടോ വൈകുന്നേരം? പൂമ്പാങ്ങർ അമ്മ അങ്ങനെ അടിച്ചേക്കുന്ന ആടന്ന് കൊടിമരം. ഓ ജോണി യെസ് പപ്പ. ഈറ്റിംഗ് ഷുഗർ നോ പപ്പ. ടെല്ലിംഗ് ലൈസ് നോ പപ്പ. ഓപ്പൺ യുവർ മൗത്ത്. നിന്റെ വയറച്ചിക്കുക. കുട്ടി പറയട്ടെ. ഓപ്പൺ യുവർ മൗത്ത്. ഓപ്പൺ യുവർ മൗത്ത്. ഞാനേ നമ്മുടെ പോർക്കിന്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഗ്വാക്സ് ഉണ്ടാക്കുന്നുണ്ട്. guacamole. So one beautiful avocado. And tomato, spring onion or onions, garlic. Easy one, we will make easy one. Some jalapeno sauce, some sweet chili la spicy chili, and lime juice, some olive oil, some up. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിലാൻഡ്രോ അല്ലെങ്കിൽ കൊറിയാൻഡ്രോ ഒക്കെ ചേർക്കാം. മിക്സ് കട്ടിടും. കണ്ടാ കാണ്ടാങ്ക
കാണാൻ പറ്റണ്ട ഗോൾഡറെ ക്യാമറ ഇങ്ങനെ ഇരിക്കണേ ഗോൾഡർ വീട്ടിൽ എടുക്കണത് ഇവിടെ നിന്ന് എടുക്കണം കട്ട് ചെയ്യട്ടെ സെന്ററിന്ന് look at this beautiful chicharron. So we're gonna pull this here so we can eat with guacamole. Now there's a nice one here. Remember guys, this skin is very proteinous like I always say. It's like a crunchy ass. Look at that. The beautiful juicy pork. Who don't even know what food are you missing actually. The world's number one beautiful flavor food. Now, what do you do? നമ്മുടെ ഗ്വാക്സ് എടുക്കുക നമ്മുടെ ടേബിളിൽ ഇങ്ങനെ ഇടുക ഓക്കെ എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ സ്കിൻ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഒരു ഗ്വാക്സ് ഒരു ഫുൾ മൗത്ത് ഇങ്ങനെ എടുക്കുക അതല്ല ഒരു സെക്കൻഡ് എയ്റ എന്നെ എൻ്റെ ഈ കസേര അങ്ങ് പൊങ്ങി എയ്റ എൻ്റെ ഇടയിൽ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടോന്നൊരു സംശയം Oh my God. I don't like it. You watch this now. Okay. My gosh. So good. നീ നമ്മളെ പോർക്ക് നോക്കിയേ ഓ ഇതിന്റെ മൊത്തം സ്കിന്നേ അതൊന്നും കണ്ടില്ലായിരുന്നു താഴെ ഇടല്ലേ ഇപ്പൊ പെണ്ണുങ്ങളെ പറഞ്ഞു താഴെ 2 ലാസർ ഇരിപ്പുണ്ട് എന്താ പ്രശ്നം വെച്ചാലേ ഇതൊരു പീസ് കഴിക്കുമ്പോഴേക്കും വയറിന്നറിയും അമ്മ ഓ വീണ്ടും ആവേശം മുഖം വന്നുണ്ട് ഷൺമുഖ എന്റെ പൊന്നു കുഞ്ഞ് എങ്ങനെയുണ്ട് അടിപൊളി സോ ഗുഡ് ഇതൊക്കെ നൂല് പോലെയാ വരണേ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും എന്റെ വീട്ടിൽ കടിച്ചോ കഴിച്ചോ എന്നാ Guacamole is good. Guacamole is so good, very nice, and It tastes like a vegetable salad. വെജിറ്റബിൾ vegetable. You guys say vegetable. We say vegetable. അങ്ങനെ പറയണ്ട മോനെ വെജിറ്റബിൾ നമ്മളെന്താ പറയണെന്ന് നമ്മള് വെജിറ്റബിൾ എന്ന് പറയാം നമ്മള് ആ വെജീന്ന് വേണ്ട വെജ് എന്ന് മതി വെജിറ്റബിൾ തൽക്കാലം നമ്മള് വെജിറ്റബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് കേട്ടാ മതി എടാ നീ ചിക്കൻ എടുത്ത് വെച്ചോ No? ഞാൻ ഫുള്ളായി I like pork. Already, you barely ate. The skin. എന്നെ ഉന്തി മാറ്റുന്നതിനാണ് അതെ നോ വൈകി വീഴോ എന്നാ നോ നോ ഞാൻ തരും സൗണ്ട് തന്നെ വീണ്ടും പറഞ്ഞ കാണല്ലേ ആണോ അവിടെ ഒരു വിസിലടിക്കേ